നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഇന്നത്തെ 9 PM ആരംഭിക്കുകയാണ്. ഇന്നുണ്ടായ പ്രധാന വാർത്തകളിലൊന്ന് വാളയാർ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ നിർണായക വിധിയാണ്. പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലാണ് ആ ഇരകൾക്ക് നീതി ലഭ്യമാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. മാത്രമല്ല, സർക്കാരിൻ്റെ ഇടപെടൽ വികസന പ്രവർത്തനങ്ങളിലുമുണ്ട്. ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശബരി പദ്ധതി ഉറപ്പാക്കുമെന്നാണ് സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം സർക്കാരിൻ്റെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ കാണാം. വാളയാർ കേസിൽ നിർണായക വിധിയുമായി ഹൈക്കോടതി. പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് റദ്ദാക്കി. പുനർവിചാരണയ്ക്കും തുടരന്വേഷണത്തിനും കോടതിയുടെ അനുമതി. സന്തോഷമെന്ന ഇരകളുടെ അമ്മ. നീതി ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് മന്ത്രി AK ബാലൻ. സർക്കാർ അപ്പീലുകൾ അതിവേഗം ശരിവെച്ച് ഹൈക്കോടതി. സംസ്ഥാനത്ത് ഇന്ന് 6394 പേർക്ക് കോവിഡ്, 5110 പേർക്ക് രോഗമുക്തി, 25 മരണങ്ങൾ. മറ്റന്നാൾ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. കോവാക്സിന്റെ അനുമതി തിരികെ കയറ്റിയതെന്ന് വെളിപ്പെടുത്തൽ. നിലപാട് മാറ്റിയത് വിദഗ്ധ സമിതി അനുമതി നൽകേണ്ടെന്ന് തീരുമാനിച്ചു മണിക്കൂറുകൾക്കകം. രാജ്യത്ത് നാളെ രണ്ടാം ഘട്ട ഡ്രൈ റൺ. 50% ആളുകളുമായി തിയേറ്റർ തുറക്കാനാകില്ലെന്ന് ഫിലിം ചേംബർ. പക്ഷിപ്പനിയുടെ ഉറവിടം ദേശാടന പക്ഷികളെന്ന് മന്ത്രി K രാജു. 1,00,000-ഓളം താറാവുകളെ നശിപ്പിച്ചു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് പക്ഷികളെയും കൊന്നൊടുക്കും. കർഷകർക്ക് മുൻ വർഷത്തെ പോലെ നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. കേന്ദ്ര സംഘം നാളെ ആലപ്പുഴയിലും കോട്ടയത്തും. ശബരി റെയിൽപാതയും യാഥാർത്ഥ്യമാകുന്നു. ചെലവിന്റെ 50% സംസ്ഥാനം ഏറ്റെടുക്കും. മന്ത്രിസഭാ യോഗ തീരുമാനം. കേന്ദ്രം മുഴുവൻ ചെലവ് വഹിക്കാൻ വിസമ്മതിച്ച സാഹചര്യത്തിൽ യാഥാർത്ഥ്യമാകുന്നത് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതി. ഇബ്രാഹിം കുഞ്ഞിന് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമെങ്കിൽ ജയിലിൽ പോകാനും തയ്യാറാകണമെന്ന് കോടതി. വൈറ്റില മേൽപ്പാലം തുറന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ച 4 V4 കൊച്ചി പ്രവർത്തകർ റിമാൻഡിൽ. കർഷക സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ പുരോഗതി വേണമെന്ന് സുപ്രീം കോടതി. മറ്റന്നാൾ വീണ്ടും ചർച്ച. നാളെ കർഷകരുടെ ട്രാക്ടർ മാർച്ച്. ഹെഡ്ലൈനിൽ സൂചിപ്പിച്ചതുപോലെ തലക്കെട്ടുകൾ പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ വാളയാർ കേസ് തന്നെയാണ് ഒന്നാമത്തെ റിപ്പോർട്ടായി ഉള്ളത്. വാളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. സർക്കാരിന്റെ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതി ഈ കേസിൽ പുനർവിചാരണയ്ക്കും ഉത്തരവിട്ടത്. തുടരന്വേഷണം ആവശ്യമെങ്കിൽ പ്രോസിക്യൂഷന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നുമാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിനുൾപ്പെടെ വലിയ വിമർശനം ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലാണ് ഇരകൾക്ക് നീതി ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വിചാരണ കോടതിയുടെ വിധി 2019 വിധിയാണ്. പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള പാലക്കാട് വിചാരണ കോടതിയുടെ വിധിയാണ് ഇന്ന് ഹൈക്കോടതി റദ്ദാക്കിയത്. സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ നിലപാടുകൾ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നീതി ഉറപ്പാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ 2 പെൺകുട്ടികൾ 2017 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 13ഉം 8ഉം വയസ്സുള്ള സഹോദരിമാർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ആ കേസിൽ ആ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാകുന്നു. അതിനുവേണ്ട നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പ്രതികളെ വെറുതെ വിട്ട സമീപനം അത് അപ്പീലായി സർക്കാർ കോടതിയിൽ വീണ്ടും സമീപിക്കുകയും ഹൈക്കോടതി വീണ്ടും തുടർ വിചാരണയ്ക്ക് ഇന്ന് ഉത്തരവിടുകയുമായിരുന്നു. പുനർവിചാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയാം. പ്രതികൾ വീണ്ടും കീഴടങ്ങേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. പോലീസിനും പ്രോസിക്യൂഷനും കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഇന്ന് ഉണ്ടായി. ഒപ്പം തന്നെ വിചാരണ കോടതിക്കും കോടതിയുടെ വിമർശനമുണ്ടായി. പോക്സോ കേസിലെ ജഡ്ജിമാരെ കൂടുതൽ പരിശീലനത്തിന് വിടണം, അതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന നിലയിൽ പോലും ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് പരാമർശങ്ങൾ ഉണ്ടായത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും കേസിൽ പുനർവിചാരണ നടക്കും എന്നായതോടെ ആ കുടുംബവും അതിൻ്റെ സന്തോഷം പങ്കുവച്ചു. പെൺകുട്ടികൾക്ക് തങ്ങളുടെ മക്കൾക്ക് നീതി ഉറപ്പാകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് സന്തോഷമാണ് എന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ മാതാവ് ഇന്ന് പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ദുരൂഹ മരണം ഈ നാൾവഴികളിലേക്ക് പോയാൽ 2017 ജനുവരിയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ജനുവരി
ജനുവരി 13-നാണ് ഈ മൂത്ത പെൺകുട്ടി 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഈ മൂത്ത കുട്ടി മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് ഇളയ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും 52 ദിവസത്തിന് ശേഷം സമാന രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിലെ ദുരൂഹത. ഏറ്റവും വലിയ ആരോപണം പോലീസിനെതിരെയായിരുന്നു. കൃത്യമായ രീതിയിൽ പോലീസ് കേസ് അന്വേഷിച്ചില്ല എന്നായിരുന്നു ആരോപണം ഉണ്ടായത്. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണത്തിനും ഇടയാക്കിയത് എന്ന ആരോപണമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് പോലീസിനുൾപ്പെടെ ഇന്ന് വലിയ വിമർശനങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. 2019 തെളിവുകളുടെ അഭാവത്തിൽ 4 പ്രതികളെ കോടതി വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത ഈ പെൺകുട്ടികൾക്ക് ഈ ഉത്തരത്തിൽ കയർ കെട്ടാനുള്ള നീളമില്ലായിരുന്നു, ഹൈറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ്. എങ്ങനെയാണ് ഈ 4-ാം ക്ലാസ്സുകാരിയും 8-ാം ക്ലാസ്സുകാരിയും ഇങ്ങനെ ഉത്തരത്തിൽ കയറ് കെട്ടി ആത്മഹത്യ ചെയ്യുന്നത് എന്ന നിലയിലുള്ള ദുരൂഹതകളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന രീതിയിലാണ് വിമർശനങ്ങൾ ഉണ്ടാകുകയും കേസിൻ്റെ ദുരൂഹതകളിലേക്ക് പോവുകയും 4 പ്രതികളെ കണ്ടെത്തുകയും കോടതിക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തത്. പിന്നീടാണ് തെളിവുകളുടെ അഭാവത്തിൽ ഈ പ്രതികളെ വെറുതെ വിടുന്ന സമീപനം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും ആ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഇരകൾക്ക് നീതി ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. വാളയാർ കേസിൻ്റെ റിപ്പോർട്ടിലേക്ക്. പ്രായപൂർത്തിയാവാത്ത 2 പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള പാലക്കാട്ടെ വിചാരണ കോടതി ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതി നടപടി. മരിച്ച പെൺകുട്ടികളുടെ അമ്മയും സമാന ആവശ്യങ്ങൾ ഉയർത്തി അപ്പീൽ നൽകിയിരുന്നു. കേസിൽ പുനർവിചാരണ നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. തുടരന്വേഷണം ആവശ്യമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാനും കോടതി ഉത്തരവിട്ടു. പ്രതികൾ ഈ മാസം 20-ന് സെഷൻസ് കോടതിയിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ പോലീസിനെയും പ്രോസിക്യൂഷനെയും ഹൈക്കോടതി വിമർശിച്ചു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായപ്പോൾ വിചാരണ കോടതി ഇടപെട്ടില്ലെന്ന സർക്കാർ വാദം കോടതി ശരിവച്ചു. വിസ്താരത്തിനിടെ സാക്ഷികൾ കൂറുമാറിയപ്പോൾ കോടതി ഇടപെടണമായിരുന്നുവെന്ന വാദവും ഹൈക്കോടതി അംഗീകരിച്ചു. പോക്സോ കോടതി ജഡ്ജിമാരെ ജുഡീഷ്യൽ അക്കാദമിയിൽ അയച്ച് പരിശീലനം നൽകണമെന്നും കോടതി ഉത്തരവിൽ സൂചിപ്പിച്ചു. 5 വർഷം മുൻപത്തെ അപ്പീലുകൾ പോലും കോടതിയിൽ തീർപ്പാകാതെ കിടക്കുമ്പോഴാണ് വാളയാർ കേസിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ച് 1 വർഷമാകുമ്പോഴേക്കും വിധി വന്നത്. കേസിന്റെ അടിയന്തര പ്രാധാന്യവും ഇരകൾക്ക് പരമാവധി വേഗം നീതി ലഭ്യമാക്കണമെന്ന സർക്കാർ നിലപാടും കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞതിനാലാണിതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ നിക്കോളാസ് ജോസഫ് ചൂണ്ടിക്കാട്ടി. പരമാവധി സാക്ഷികളെ പുനർവിചാരണ നടത്തി അതേപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അതൊക്കെ കൂടി ഉൾപ്പെടുത്തി വീണ്ടും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രയൽ നടത്തിയിട്ട് ഈ കേസിൽ വിധി ഉണ്ടാകണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം. ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നായിരുന്നു പെൺകുട്ടികളുടെ അമ്മയുടെ പ്രതികരണം. വിധി പറഞ്ഞാൽ കീഴ്ക്കോടതി ഉത്തരവ് തലയിൽ ഞങ്ങൾക്ക് സന്തോഷം. അപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിനെ എത്രയും പെട്ടെന്ന് കണ്ട് ഞങ്ങൾക്ക് CBI അന്വേഷണത്തിനുള്ള കാണാൻ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകും. 2017 13ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികളെ വാളയാറിലെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസ് അന്വേഷിച്ച പ്രത്യേക സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ 2019 ഒക്ടോബറിലാണ് പാലക്കാട് പോക്സോ കോടതി 4 പ്രതികളെ വെറുതെ വിട്ടത്. വിധിക്കെതിരെ തൊട്ടടുത്ത മാസം സർക്കാർ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച വാളയാർ പോലീസിന്റെയും പ്രോസിക്യൂട്ടറുടെയും വിചാരണ കോടതിയുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നീതി ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടന്ന ക്യാമ്പയിനിൽ അന്ന് പ്രചരിച്ചിരുന്ന ഒരു സിമ്പലുണ്ട്. അതും നമ്മൾ ഇന്ന് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞതിൽ വലിയ പ്രതിഷേധം തന്നെയാണ്. പ്രതികളെ വെറുതെ വിട്ട കോടതി ഉത്തരവിൽ പോലും വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. എന്തായാലും വാളയാർ കേസിൽ വിചാരണ കോടതി വിധി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്നാണ് നിയമമന്ത്രി AK ബാലൻ ഇന്ന് പ്രതികരിച്ചത്. പഴുതുകൾ അടച്ചുള്ള ഇടപെടലുകളിലൂടെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വഴിയൊരുക്കുകയാണ് സർക്കാർ ചെയ്തത്. കുറ്റമറ്റ രീതിയിൽ പുനർവിചാരണയും തുടരന്വേഷണവും നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും സർക്കാർ സൃഷ്ടിക്കും. വാളയാർ പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും മന്ത്രി AK ബാലൻ ഇന്ന് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഈ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദാക്കി പുനർവിചാരണയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകുമ്പോൾ അത് പെൺകുട്ടികളുടെ കുടുംബത്തിനൊപ്പം നിന്ന സർക്കാർ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ കൂടി വിജയമാണ് എന്ന് പറയേണ്ടി വരും. പാലക്കാട് പോക്സോ കോടതി പ്രതികളെ വെറുതെ വിട്ടതു മുതൽ സർക്കാർ എല്ലാ നിയമസഹായവും ഉറപ്പുവരുത്തി ഈ കുടുംബത്തിനൊപ്പം നിലകൊണ്ടിരുന്നു. റിപ്പോർട്ട്. 2017 ജനുവരി 13-ന് 13 വയസ്സുള്ള പെൺകുട്ടിയെയും 52 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 4-ന് സഹോദരിയായ 9 വയസ്സുകാരിയെയും വാളയാറിലെ ഒറ്റമുറി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആദ്യം കേസന്വേഷിച്ചത് വാളയാർ പോലീസ്.
ശാസ്ത്രീയ തെളിവ് ശേഖരിക്കുന്നതിലുൾപ്പെടെ വീഴ്ച വന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വാളയാർ SI ചാക്കോക്കെതിരെ സർക്കാർ നടപടിയെടുത്തു. തുടർന്ന് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആയിരുന്ന MJ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. 2017 ജൂണിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിചാരണ 2019 ഒക്ടോബർ 25 അവസാനിച്ചു. പീഡനത്തിനിരയായ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു കേസ്. തെളിവുകളുടെ അഭാവത്തിൽ പ്രതി പ്രദീപ് കുമാറിനെ സെപ്റ്റംബർ 30-നും V. മധു, M. മധു, ഷിബു എന്നിവരെ ഒക്ടോബർ 25-നും പോക്സോ കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷനും അന്വേഷണത്തിലും വീഴ്ചയുണ്ടായതായി പോക്സോ കോടതി ചൂണ്ടിക്കാട്ടി. പോക്സോ കോടതി വിധിക്ക് ശേഷം കുടുംബത്തിനൊപ്പം നിന്ന് ശക്തമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. കേസിൽ തുടരന്വേഷണവും പുനർവിചാരണയും ആവശ്യപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ വാളയാർ കേസിൽ പുനർവിചാരണ ആവാം എന്ന ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണ്. സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഈ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ നിലയിൽ ഇത് സർക്കാരിന്റെ വിജയമാണ്. ആ കുട്ടികളുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ സർക്കാർ നടത്തിയ ഇടപെടൽ കോടതി ശരിവച്ചിരിക്കുന്നു. സർക്കാർ ഇടപെടലിന്റെ വിജയമാണ്. ഒപ്പം സർക്കാരിനെതിരായും LDFനെതിരായും രാഷ്ട്രീയ ആയുധമായിട്ട് ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചവർക്കുള്ള കനത്ത തിരിച്ചടി കൂടുകയാണ്. ഇത്രയും കാലം വാളയാർ കേസിനെ മുൻനിർത്തി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയിട്ടുള്ള അപവാദ പ്രചരണക്കാർക്ക് മുഖമടച്ച പ്രഹരം കൂടിയാണ്. കേസിലെ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും അതിവേഗമാണ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ ഹാജരായ പ്രോസിക്യൂട്ടർമാരുടെയും അന്വേഷണത്തിലെയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് ഹനീഫ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. UDF സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ലതാ ജയരാജാണ് ഭൂരിഭാഗം സമയത്തും കേസിൽ ഹാജരായത്. 3 മാസം ഹാജരായത് ജലജ മാധവൻ. ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതിനിടെ അപൂർവങ്ങളിൽ അപൂർവമായ നടപടിക്രമമെന്ന നിലയിൽ സർക്കാർ അഭിഭാഷക സംഘം വാളയാറിലെത്തി പെൺകുട്ടികളുടെ മാതാപിതാക്കളെ നേരിട്ട് കാണുകയും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന സർക്കാർ ആവശ്യം പരിഗണിച്ചാണ് അതിവേഗം വാദം പൂർത്തിയാക്കി ഹൈക്കോടതി വിധി പറഞ്ഞത്. പെൺകുട്ടികൾ പീഡനത്തിനിരയായി മരിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെ LDF നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ കുടുംബത്തെ കണ്ട് എല്ലാ സഹായവും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കേസിന്റെ തുടക്കം മുതൽ അനാവശ്യമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നിക്ഷിപ്ത താൽപര്യക്കാരും ഉയർത്തിയത്. സർക്കാർ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ പോലും തിരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ട് വാളയാർ കേന്ദ്രീകരിച്ച് സമരകോലാഹലമുണ്ടാക്കി. പെൺകുട്ടികളുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ. പുനർവിചാരണ സാധ്യമായതോടെ നീതിക്കായി വാളയാർ പെൺകുട്ടികളുടെ കുടുംബത്തിനൊപ്പം നിന്ന് സർക്കാർ നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലാണ് വിജയം കണ്ടത്. ഹൈക്കോടതി വിധിയിലൂടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെയും മുനയൊടിയുകയാണ്. സിജു കണ്ണൻ, കൈരളി ന്യൂസ്, പാലക്കാട്. ഒരു റെയിൽവേ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ചുമന്ന കൊടിയാണ്, പക്ഷേ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു പച്ചക്കൊടി ഉണ്ടായിരിക്കുന്നു. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കും എന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് സംസ്ഥാനത്തോട് പ്രധാനമന്ത്രിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം കേന്ദ്രം നിരാകരിച്ച പശ്ചാത്തലത്തിലാണ് പദ്ധതിയുടെ പകുതി ചെലവ് കിഫ്ബി വഴി വഹിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എന്തായാലും 2 പതിറ്റാണ്ടായി മലയാളികൾ സ്വപ്നം കണ്ട ഒരു പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നു. ഗെയിൽ പദ്ധതിക്ക് പിന്നാലെ മറ്റൊരു പദ്ധതി ഉറപ്പാക്കിക്കൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനം ഇന്ന് വന്നിട്ടുള്ളത്. ശബരി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി അറിയാം. 2815 കോടിയാണ് ഈ പദ്ധതിക്ക് ആകെ ചെലവ് വരുന്നത്. അതിൻ്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കും എന്നാണ് ഇന്ന് മന്ത്രിസഭാ യോഗം അറിയിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ 50% വിഹിതം അത് സംസ്ഥാനം വഹിക്കും. കിഫ്ബിയിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ടാണ് ഈ ശബരി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ വഴിയൊരുക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടി വരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളികൾ സ്വപ്നം കണ്ട ഒരു പദ്ധതി. പക്ഷേ ഈ 50% സംസ്ഥാന സർക്കാർ വഹിച്ചാൽ പോലും ദക്ഷിണ റെയിൽവേക്ക് തന്നെയാണ് ഈ പദ്ധതിയുടെ ഈ പരിപാലന ചുമതല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകൽ അത് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെയാകും. പക്ഷേ ഈ ചെലവുകൾക്ക് ശേഷമുള്ള വരുമാനത്തിൻ്റെ വിഹിതം അത് സംസ്ഥാന സർക്കാരിനും ലഭ്യമാകും എന്നൊരു കണ്ടീഷൻ കൂടി ഈ ഘട്ടത്തിലുണ്ട്. PPP പദ്ധതി പ്രകാരമാണ് ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ഒക്കെ നടപ്പാക്കേണ്ടത് എന്നാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്.
1997-98 കാലഘട്ടത്തിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. മലയോര മേഖലയുടെ വികസനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയ പ്രഖ്യാപിച്ച ഒരു പദ്ധതി. ആ പദ്ധതി പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുകയായിരുന്നു. സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോയ പശ്ചാത്തലത്തിൽ ഇനി ആ പദ്ധതി നടക്കില്ല എന്ന് ഉറച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അതിന് പുതിയ ജീവൻ വെക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 2018 ആ പദ്ധതി വീണ്ടും നടപ്പാക്കാൻ LDF സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഈ പ്രോസസ്സിങ്ങിലാണ്, ഈ പ്രൊസീജിയറുകളിലാണ് ഈ പദ്ധതി ചെലവ് വീണ്ടും ഉയരുന്ന കാര്യത്തിലേക്ക് വരികയും ചെയ്തത്. നേരത്തെ 517 കോടി മാത്രമായിരുന്നു ഈ പദ്ധതിക്ക് ചെലവ് 97-98 കാലത്ത് പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ. ഇന്നത് 2800 കോടിയിലധികം ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചെലവ് വഹിക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്രം പറഞ്ഞത്. എന്തായാലും ആ പദ്ധതി മുടങ്ങില്ല, അതിൻ്റെ ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. കിഫ്ബി വഴി 50% വിഹിതം സംസ്ഥാനം വഹിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലയോര മേഖലയുടെ വികസനമാണ്. മലയോര മേഖലയിൽ യാത്രാ സൗകര്യം അത് വലിയ തോതിൽ ഈ ശബരി പദ്ധതി കൂടി വരുമ്പോൾ അതിൻ്റെ മെച്ചം ഗുണം അത് ആ മലയോര മേഖലയിലെ ആളുകൾക്ക് ലഭ്യമാകും. അങ്കമാലിയിൽ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു പദ്ധതിയാണ്. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ, പാല, എരുമേലി, റാന്നി, കോന്നി, പത്തനാപുരം, പുനലൂർ, തിരുവനന്തപുരം, അങ്ങനെയാണ് ആ പദ്ധതിയുടെ പാതകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പുനലൂർ വരെയെങ്കിലും ആ പദ്ധതി എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാടുമായി ഒരു യാത്രാബന്ധം, പുതിയൊരു യാത്രാബന്ധം കൂടി ഉണ്ടാകുന്നതിൻ്റെ മെച്ചം കൂടിയുണ്ട്. ഒപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ പുരോഗമനം തന്നെയാണ് ഉണ്ടാകുന്നത്. ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതോടെ ശബരിമലയിലേക്ക് കൂടുതൽ തീർത്ഥാടകർക്ക് എത്തിച്ചേരാനുള്ള അവസരം കൂടിയാണ് ലഭ്യമാകുന്നത്. അതുവഴി ഒരു നാടിൻ്റെ വികസനമുണ്ട്, നിരവധി ആളുകൾക്ക് തൊഴിലവസരമുണ്ട്. അങ്ങനെ വലിയ ഒരു വികസനം കൂടി ലഭ്യമാകുന്നു. ഈ പദ്ധതി എന്തായാലും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോടെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. 50% തുക കിഫ്ബിയിൽ നിന്ന് ഈ പദ്ധതിക്ക് വേണ്ടി വകമാറ്റും എന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായത്. ശബരി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികളുടെ പട്ടികയിലേക്ക് അങ്കമാലി ശബരി റെയിൽവേ പാത കൂടി ചേർക്കപ്പെടുന്നു. വികസനത്തിന് കിഫ്ബി മാതൃക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ചുവട് പിടിച്ചാണ് ആകെ ചെലവിന്റെ പകുതി തുക കിഫ്ബി വഴി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. പദ്ധതിക്ക് 2815 കോടി രൂപയാണ് ആകെ ചെലവ്. 997-98 റെയിൽവേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എരുമേലി വഴിയുള്ള ശബരി പാത. സംസ്ഥാനത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളുടെ വികസനം കൂടി ലക്ഷ്യം വെച്ചാണ് പദ്ധതിയുടെ പകുതി ചെലവ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ശബരിപാത പ്രഖ്യാപിച്ചിട്ടും റെയിൽവേ പദ്ധതി നടപ്പിലാക്കാൻ താൽപ്പര്യമെടുത്തിരുന്നില്ല. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സർക്കാർ പദ്ധതിയുടെ 50% ചെലവ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പൂർണ്ണ ചെലവ് ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. പദ്ധതിയുടെ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കണമെന്ന് റെയിൽവേ ശാഠ്യം പിടിക്കുകയും ചെയ്തു. പാതയുടെ നടത്തിപ്പും പരിപാലനവും റെയിൽവേ മന്ത്രാലയം നിർവഹിക്കണം. സ്റ്റേഷനുകളുടെ വികസനം പൊതു സ്വകാര്യ പങ്കാളിത്ത കമ്പനി വഴി നടപ്പിലാക്കണം. ലാഭം 50:50 എന്ന അനുപാതത്തിൽ സംസ്ഥാനവുമായി റെയിൽവേ പങ്കിടണം. പാത ഭാവിയിൽ കൊല്ലം, പുനലൂർ വരെ നീട്ടി തമിഴ്നാട്ടിലേക്ക് നീട്ടാൻ കഴിയും എന്നതും സർക്കാർ ആലോചിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വിശദമായി തന്നെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നാളെ കേന്ദ്ര സംഘം സന്ദർശിക്കും. ഇപ്പോഴത്തെ വൈറസ് മനുഷ്യരിലേക്ക് പകരില്ല, എന്നാൽ ജനിതക മാറ്റം സംഭവിച്ചാൽ പകരാൻ സാധ്യതയുണ്ട് എന്നാണ് മന്ത്രി കെ രാജു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 19 ദ്രുത പ്രതികരണ സംഘങ്ങളെ ഇതിനകം നിയോഗിച്ചു കഴിഞ്ഞു. താറാവ് ഒഴികെയുള്ള മറ്റു പക്ഷികളെ നാളെ നശിപ്പിക്കും എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ അറിയിപ്പുകൾ ലഭ്യമാകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആലപ്പുഴയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇന്ന് നിർണായക തീരുമാനങ്ങൾ കൂടി ഉണ്ടായത്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് ഈ യോഗത്തിന് ശേഷം മന്ത്രി പ്രതികരിച്ചത്. ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആണ് ഇപ്പോൾ പക്ഷികളെ കൊന്നെടുക്കുന്നത് ഈ പ്രഭവ കേന്ദ്രത്തിന്. അതുമാത്രമല്ല, കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുകയാണ്, നിരീക്ഷണം ശക്തമാക്കിയാണ്. എന്തായാലും ഈ രോഗത്തിൻ്റെ ഉറവിടം അത് ദേശാടന പക്ഷികളിൽ നിന്നാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പുമൊക്കെ എത്തിയിട്ടുള്ളത്. ദേശാടന പക്ഷികളിൽ നിന്നാണ് ഈ താറാവുകളിലേക്കും കോഴികളിലേക്കും ഈ വൈറസ് പകർന്നത് എന്നാണ് ഇപ്പോൾ നിഗമനമുള്ളത്. നാളെ അണുനശീകരണം കൂടി നടപ്പിലാക്കാനാണ് ഈ പ്രദേശത്ത്. ആലപ്പുഴയിലും കോട്ടയത്തുമാണ് ഇപ്പോൾ 2 ജില്ലകളിലാണ് വിവിധ പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഈ പ്രദേശങ്ങളിൽ അണുനശീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സ്ക്വാഡുകൾ ഇതിനകം തയ്യാറായി. 19 ദ്രുത പ്രതികരണ സ്ക്വാഡുകൾ ഇതിനകം തയ്യാറാണ് എന്നാണ് മന്ത്രി അറിയിച്ചത്. 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നിരീക്ഷണം നടത്തുന്നത്. 1 കിലോമീറ്റർ
ചുറ്റളവിലാണ് വളർത്തുപക്ഷികളെ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ കർശന നിരീക്ഷണം തന്നെയാണ് ഉണ്ടാകുന്നത്. രോഗം വ്യാപിച്ചാൽ തുടർ നടപടികൾ അതേ മേഖലയിലും സർക്കാർ നടപ്പിലാക്കുന്നതാണ്. 2 താലൂക്കുകളിൽ ഇതിനിടെ വ്യാപാര നിരോധനമുണ്ട്. ഇറച്ചി മാംസ വ്യാപാരത്തിനും മുട്ട വ്യാപാരത്തിനും മാത്രമല്ല ഈ താറാവുകളെയോ കോഴികളെയോ ഈ കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് കൂടി 2 താലൂക്കുകളിൽ ആലപ്പുഴയിൽ ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ വ്യാപാരത്തിന് കൊണ്ടുവരുന്ന ഇത്തരം വസ്തുക്കൾ, പ്രത്യേകിച്ച് ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും അത്തരം കാര്യങ്ങൾ കൂടി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നടപടിയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും കർഷകർക്ക് നഷ്ടപരിഹാരം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് കർഷകർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. നേരത്തെ നഷ്ടപരിഹാരം നൽകിയ അതേ രീതിയിൽ തന്നെ ഇക്കുറിയും നഷ്ടപരിഹാരം കർഷകർക്ക് ലഭ്യമാകുന്നു. 100 രൂപ മുതൽ 200 രൂപ വരെയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. മുട്ടയ്ക്ക് 5 രൂപ എന്ന നിലയിലാണ് നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ തുക നിശ്ചയിച്ചിട്ടുള്ളത്. 2 മാസം പ്രായം വരെയുള്ള 2 മാസം പ്രായം എത്തിയ കോഴികൾക്കോ താറാവുകൾക്കോ 200 രൂപയും അതിൽ താഴെ പ്രായമുള്ളവയ്ക്ക് 100 രൂപ എന്ന രീതിയിലാണ് ഇപ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ മാത്രം 1,00,000-ഓളം താറാവുകളെയും മറ്റ് വളർത്തു പക്ഷികൾ ഉൾപ്പെടെ 1,00,000-ഓളം പക്ഷികളെയാണ് ഇതിനകം നശിപ്പിക്കേണ്ടി വന്നത്. പനി പിടിച്ച് സ്വയം ചത്തുപോയ പക്ഷികൾ കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നശീകരണ പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ കർഷകർക്ക് 200, 100 എന്ന നിലയിലാണ് ഇപ്പോൾ നഷ്ടപരിഹാര തുക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സംഘം നാളെ ഈ 2 ജില്ലകളിൽ സന്ദർശനം നടത്താൻ എത്തും എന്ന വാർത്തകൾ കൂടി അനുബന്ധമായി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഈ സംഘം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മനുഷ്യരിലെ ഈ പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പഠന വിധേയമാക്കും ഈ കേന്ദ്ര സംഘം. ഈ പക്ഷിപ്പനി കണ്ട പ്രദേശത്ത് 4 പേരിൽ പനി കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനകൾക്ക് കൂടി വിധേയമാക്കുകയാണ്. എന്തായാലും കേന്ദ്ര സംഘം കൂടി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ പനിയുമായി ബന്ധപ്പെട്ട് അണുനശീകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. താറാവുകളെയാണ് ഇന്ന് കൂടുതലായി കൊന്നൊടുക്കിയത്. മറ്റു പക്ഷികളെ കൂടി വരും ദിവസങ്ങളിൽ കൊന്നൊടുക്കും. അത്തരം നശീകരണ പ്രവർത്തനങ്ങൾ കൂടി ഈ സർക്കാരിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. എന്തായാലും ഈ പക്ഷിപ്പനിയെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ദേശാടന പക്ഷികളിൽ നിന്നാണ് ഈ പക്ഷിപ്പനി നമ്മുടെ വളർത്തു പക്ഷികളിലേക്ക് എത്തിയത്. കർഷകരെ സംബന്ധിച്ചുള്ള ആ നഷ്ടം നികത്താനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. മന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കാം, റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ പക്ഷിപ്പനിക്ക് കാരണം ദേശാടന പക്ഷികളാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു ആലപ്പുഴയിൽ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ മാത്രം 37,654 താറാവുകളെയാണ് ഇതുവരെ നശിപ്പിച്ചത്. 23,857 പക്ഷികൾ നേരത്തെ രോഗം വന്ന് ചത്തിരുന്നു. ഇനി 5,000-ൽ താഴെ താറാവുകൾ മാത്രമാണ് കുട്ടനാട്ടിൽ നശിപ്പിക്കാനുള്ളത്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏത് സമയത്ത് വേണമെങ്കിലും ജനിതകമാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും മന്ത്രി നൽകി. H5N8 വൈറസ് എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് പടർന്ന ഒരു ചരിത്രമില്ല. എന്നാൽ ഈ വൈറസിന് ഏത് സമയത്തും ജനിതക മാറ്റങ്ങളുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരിലേക്ക് പടരുന്ന രീതിയിലെ ഒക്കെ ഉള്ള വൈറസായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെ കണ്ടെത്തിയ ആ കേന്ദ്രങ്ങളുടെ ഭാഗങ്ങളിൽ ഉള്ള 400-ലധികം വീടുകളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ സന്ദർശിച്ചപ്പോൾ 4 പേർക്ക് പനിയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ പനിയും ഈ രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോട്ടയം ജില്ലയിലും ആലപ്പുഴയിലും പക്ഷിപ്പനി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഇവയുടെ നഷ്ടപരിഹാരം കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നൽകുക. പക്ഷിപ്പനി അടിക്കടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ കേന്ദ്ര ആരോഗ്യ സംഘം വ്യാഴാഴ്ച ആലപ്പുഴയിലെത്തും. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ എന്നും അടിക്കടി പക്ഷിപ്പനി വരാനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നതിനുമാണ് കേന്ദ്ര സംഘം എത്തുക. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. എന്തായാലും സംസ്ഥാനത്ത് ചില ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നന്നായി പാകം ചെയ്ത മുട്ട, കോഴിയിറച്ചി എന്നിവ ഭക്ഷ്യയോഗ്യമാണെന്നും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അറിയിപ്പും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഇന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിനെതിരെ സർക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കോടതി
വിമർശനവുമായി രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നവർ ജയിലിൽ പോകാൻ കൂടി തയ്യാറാകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശം ഇന്നുണ്ടായത്. MESൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുകയും അതിനായി നോമിനേഷൻ നൽകുകയും ചെയ്തത്. തുടർന്നാണ് അനുവാദത്തിനായി കോടതിയെ സമീപിച്ചത്. ഈ ഘട്ടത്തിലാണ് കോടതിയുടെ പരാമർശമുണ്ടായത്. ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ജയിലിൽ പോകാതിരിക്കാൻ ആശുപത്രിയിൽ കഴിയുന്നു എന്ന വിമർശനങ്ങൾ കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നത്. ഇതിനെതിരെയാണ് സർക്കാർ കോടതിയിൽ പോയത്. തുടർന്നാണ് ഇന്ന് കോടതിയുടെ പരാമർശമുണ്ടായിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്ന ആൾ ജയിലിൽ പോകാൻ കൂടി തയ്യാറാകണമെന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സർക്കാർ റിപ്പോർട്ട് കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ മറുപടി ഇബ്രാഹിം കുഞ്ഞ് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ ജാമ്യാപേക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് കോടതിയിൽ. എന്തായാലും കൊച്ചി ബ്യൂറോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുന്നു. കാണാം. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയിൽ രണ്ടാമതും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. അസുഖം ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നെന്നും സാന്ത്വന പരിചരണത്തിന് ബന്ധുക്കളുടെ സഹായം ആവശ്യമുണ്ടെന്നുമാണ് ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ. തുടർന്ന് ജാമ്യാപേക്ഷയിൽ നിലപാടറിയിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം നൽകരുതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. MES തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഇബ്രാഹിം കുഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിനുവേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ആശുപത്രിയിൽ വെച്ചാണ് ഇബ്രാഹിം കുഞ്ഞ് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും സർക്കാർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഇബ്രാഹിം കുഞ്ഞിന് മുന്നറിയിപ്പ് നൽകിയത്. നോമിനേഷൻ നൽകാമെങ്കിൽ ജയിലിൽ പോകാനും തയ്യാറാകണമെന്ന് കോടതി വിമർശിച്ചു. എന്നാൽ മത്സരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇബ്രാഹിം കുഞ്ഞ് മറുപടി നൽകി. ആരോഗ്യ കാരണങ്ങളാലാണ് ജാമ്യം ചോദിക്കരുതെന്നും ഇബ്രാഹിം കുഞ്ഞ് വാദിച്ചു. സർക്കാർ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ഇബ്രാഹിം കുഞ്ഞിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 8 മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി. ഇന്നത്തെ കോവിഡ് വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തായാലും ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച് ലോകമാകെ വ്യാപിച്ച് കേരളത്തിലെത്തിയ കോവിഡിന് പിന്നാലെ വകഭേദം വന്ന കോവിഡിൻ്റെ സാന്നിധ്യം കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നത്തെ കോവിഡ് കണക്കുകളിൽ 6394 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എന്ന കണക്കുകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. 6349 പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് അല്പം കൂടുതലാണ്. ഇന്ന് രോഗമുക്തി നേടിയത് 5110 പേരാണ്. സാധാരണഗതിയിൽ രോഗമുക്തി നിരക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനും ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. 5110 പേർക്കാണ് രോഗമുക്തി നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63891 സാമ്പിളുകൾ പരിശോധിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 5723 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് എന്ന കണക്കുകൾ കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഉറവിടമറിയാത്ത കേസുകളും ഇന്ന് ഉണ്ട്. 551 ഉറവിടമറിയാത്ത 551 കേസുകളും ഇന്നത്തെ കണക്കുകളിൽ ഇടം പിടിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടിയാണ് സംസ്ഥാനത്ത് നിലവിലുണ്ടായത്. ഇതിനിടെ 51 ആരോഗ്യ പ്രവർത്തകർ കൂടി രോഗം സ്ഥിരീകരിച്ച എന്ന കണക്കുകൾ ലഭ്യമാകുന്നു. 25 മരണങ്ങൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യയും ഉയരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിദിനം 20-25 എന്ന ശരാശരിയിലാണ് മരണനിരക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനം UK-യിൽ നിന്ന് വന്ന 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് വകഭേദം വന്ന കോവിഡ് ആണോ എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ അനിവാര്യമാണ്. അത്തരം പരിശോധനകൾ കൂടി സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. നിലവിൽ 6 പേർക്കാണ് വകഭേദം വന്ന കോവിഡ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം രാജ്യത്ത് നാളെ വീണ്ടും ഡ്രൈ റൺ നടത്താൻ ആഹ്വാനം നൽകിയിരിക്കുന്നു. എല്ലാ ജില്ലകളിലുമാണ് 2ാം ഘട്ടത്തിൽ ഡ്രൈ റൺ നടത്തുക. കേരളത്തിലേക്ക് ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര സംഘത്തെ കൂടി അയക്കുന്നുണ്ട്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വകഭേദം വന്ന കോവിഡ് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സംഘം കേരളം സന്ദർശിക്കും. മറ്റന്നാളാണ് കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തുക എന്ന വാർത്തകൾ കൂടി വരുന്നു. ഇതിനിടെ മന്ത്രി AK ബാലന് കോവിഡ് സ്ഥിരീകരിച്ചെന്ന വാർത്തകൾ കൂടിയുണ്ട്. ഇന്ന് രാവിലെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രി AK ബാലന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന വാർത്തകൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അതേസമയം കോവാക്സിന് അനുമതി നൽകുന്നതിൽ വിദഗ്ധ സമിതി നിലപാട് മാറ്റിയത് 24 മണിക്കൂറിനകം എന്ന വാർത്തകൾ കൂടി വരുന്നു. കോവാക്സിന് അനുമതി നൽകിയത് നേരത്തെ വിവാദമായിരുന്നു. കോവിഷീൽഡിനൊപ്പം എങ്ങനെ കോവാക്സിൻ കടന്നുകൂടി? 3ാം ഘട്ട പരീക്ഷണം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതിന് അനുമതി നൽകിയതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചത്. കഴിഞ്ഞ 1-ാം തീയതി ചേർന്ന യോഗത്തിൽ അനുമതി നൽകേണ്ട എന്നാണ് വിദഗ്ധ സംഘം തീരുമാനിച്ചത്. എന്നാൽ 2-ന് അനുമതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഈ സംഘത്തിൻ്റെ യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ കോവാക്സിന് അനുമതി നൽകുന്നതിന് തിടുക്കം കാട്ടിയെന്ന വിമർശനം കൂടുതൽ ശക്തമാവുകയാണ്. ദില്ലി ബ്യൂറോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുന്നു. കാണാം.
ഭാരത് ബയോടെക്കിനുള്ള അനുമതി സമിതിയിൽ തിരികെ കയറ്റിയതാണെന്ന് സംബന്ധിച്ച റിപ്പോർട്ട് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്നിന് ചേർന്ന വിദഗ്ധ സമിതി യോഗത്തിൽ ഭാരത് ബയോടെക്കിന്റെ വാക്സിന് അനുമതി ലഭിച്ചിരുന്നില്ലെങ്കിലും 2-ന് യോഗം ചേർന്നപ്പോൾ അനുമതി നൽകുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 30-ാം തീയതിയാണ് വിദഗ്ധ സമിതിയുടെ യോഗം ആദ്യം ചേർന്നത്. കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ വിദഗ്ധ സമിതി ആവശ്യപ്പെട്ടു. അത് സമർപ്പിക്കാമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കോവാക്സിനുമായി ബന്ധപ്പെട്ട കാര്യം യോഗത്തിൽ ഉയർന്നു വന്നപ്പോൾ 3-ാം ഘട്ട പരീക്ഷണം നടത്താതെ ഇതിന് അനുമതി നൽകാനാവില്ലെന്ന നിലപാട് സമിതി സ്വീകരിച്ചു. 3-ാം ഘട്ട പരീക്ഷണത്തിന്റെ വിവരങ്ങൾ നൽകിയ ശേഷം ഇത് പരിഗണിക്കാമെന്നായിരുന്നു യോഗത്തിന്റെ തീരുമാനം. പിന്നാലെ 1-ാം തീയതി ചേർന്ന യോഗത്തിൽ കൂടുതൽ വാളണ്ടിയർമാരെ പരിശീലിപ്പിച്ച ശേഷം വാക്സിൻ പരീക്ഷിക്കണമെന്നും 2 ആഴ്ചയ്ക്ക് ശേഷം പരിശോധിക്കാമെന്നും സമിതി കമ്പനിയെ അറിയിച്ചു. എന്നാൽ പിറ്റേ ദിവസം ഒരു യോഗം അടിയന്തരമായി ചേരുകയും കോവാക്സിന് അനുമതി നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. മിനിറ്റ്സ് പുറത്തു വന്നതോടെ ഒറ്റ ദിവസത്തിൽ സമിതിയുടെ നിലപാട് മാറിയത് എങ്ങനെയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. കാർഷിക സമരം 42-ാം ദിവസമാണ്. കർഷകരൊക്കെ സമരത്തിൽ തന്നെ. ഇതിനിടയിൽ യാതൊരു അനക്കവുമില്ല കേന്ദ്ര സർക്കാരിന് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടി വരുന്നത്. സമരം അവസാനിപ്പിക്കുന്നതിൽ യാതൊരുവിധ പുരോഗതിയും കാണുന്നില്ല എന്ന സുപ്രീം കോടതിയിൽ നിന്നുകൂടി ഇന്ന് നിർണായക വിമർശനം കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ 7 ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. 7 ചർച്ചയിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോൾ ചർച്ചകൾ പുരോഗതി ഉള്ള ചർച്ചകളാകണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. കർഷക സമരങ്ങൾക്കെതിരായ ഹർജിയായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇന്ന് നിരീക്ഷിച്ചത്. സാഹചര്യം മനസ്സിലാക്കുന്നതായും എന്നാൽ ചർച്ചകളിൽ പുരോഗതി വേണമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഇന്ന് പറഞ്ഞത്. കർഷക നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അറ്റോർണി ജനറൽ ഇതിനിടെ കോടതിയെ ധരിപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഉടൻ വാദം കേൾക്കുന്നത് ഉചിതമല്ല എന്നാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കോടതിയെ അറിയിച്ചത്. എന്തായാലും കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നതടക്കമുള്ള ഹർജികൾ സുപ്രീം കോടതി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റന്നാളാണ് കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച വീണ്ടും നടക്കുന്നത്. താങ്ങുവില ഉറപ്പാക്കണം, മാത്രമല്ല സർക്കാർ നടപ്പാക്കിയ കർഷക ദ്രോഹങ്ങളായ 3 നിയമങ്ങൾ അത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് ഈ ഘട്ടത്തിൽ ദില്ലിയിൽ മുന്നോട്ട് പോകുന്നത്. അതേസമയം വലിയ പിന്തുണ ഈ കർഷക സമരത്തിന് എല്ലാ ഭാഗത്തു നിന്നും ലഭ്യമാവുകയാണ്. 2ാം ഘട്ട സമരവുമായി ബന്ധപ്പെട്ട് കർഷകർ നാളെ ട്രാക്ടർ റാലി ആരംഭിക്കും. 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ ദില്ലിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊച്ചിയിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ഐലു ഹൈക്കോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടന്നത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേന്ദ്രനാഥ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്ന വാർത്തകൾ കൂടി അനുബന്ധമായി കൂട്ടിച്ചേർക്കാനുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായിട്ടും മലബാറിൽ ഗ്രൂപ്പ് വഴക്ക് തീർക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം എന്ന വാർത്ത വരുന്നു. കെ സുധാകരൻ അനുകൂലികൾ കോഴിക്കോട് DCCക്ക് മുമ്പിലും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. കോൺഗ്രസിലെ കലാപം അത് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അത് കൂടുതൽ രൂക്ഷമാകുന്നു. തെരുവുകളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കെ മുരളീധരനെ കൊണ്ടുവരൂ, KPCCയെ രക്ഷിക്കൂ, കെ സുധാകരനെ കൊണ്ടുവരൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ തുടങ്ങിയ രീതിയിലൊക്കെയാണ് ഫ്ലെക്സ് ബോർഡുകൾ വന്നിട്ടുള്ളത്. ഇതിനിടെ കോഴിക്കോട് DCCക്ക് മുമ്പിലും ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു എന്ന വാർത്തയാണ് ഇന്ന് പുതിയതായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC അംഗം താരിഖ് അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ യോഗം 7-ാം തീയതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ കോഴിക്കോട്ടെ ഈ കലാപങ്ങൾ കൂടി പുറത്താകുന്നത്. ഈ യോഗത്തിലും ഒത്തുതീർപ്പായില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക എന്ന വാർത്തകൾ കൂടി അനുബന്ധമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ആ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ടും പരസ്പരം പോരടിക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും നിലയ്ക്ക് നിർത്താനാവാതെ വലയുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പും പുനഃസംഘടനയും ലക്ഷ്യം വെച്ച് ഒരു ഭാഗത്ത് നേതാക്കൾ വെല്ലുവിളികളും അണികളെ മുന്നിൽ നിർത്തി നവമാധ്യമങ്ങളിലടക്കം പ്രചാരണങ്ങളും നടത്തി തുടങ്ങി. കോഴിക്കോട് ജില്ലയിൽ 7-ാം തീയതി തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്തുമെന്നാണ് സൂചന. MP-മാർ രാജിവെച്ച് മത്സരിക്കേണ്ട എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിൽ വിമുഖതയുള്ള കെ മുരളീധരൻ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയ ചെന്നിത്തലയ്ക്കെതിരെയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഹരിപ്പാട് വിജയസാധ്യത കുറവ് കണ്ട് അരുവിക്കരയിലേക്ക് തട്ടകം മാറ്റാൻ ഒരുങ്ങുന്ന ചെന്നിത്തലയ്ക്കെതിരെ തട്ടകം മാറി മത്സരിക്കുന്നത് ശരിയല്ലെന്ന് തുറന്നടിച്ച് മുരളീധരൻ രംഗത്തെത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ KPCC നേതൃത്വത്തിനെതിരെ കെ സുധാകരനും സ്വന്തം നിലയിൽ പടയൊരുക്കം തുടങ്ങി.
കെ സുധാകരന്റെ മലബാറിലെ മണ്ഡലങ്ങളിൽ വ്യക്തിപ്രഭാവം ഉണ്ടാക്കാനുള്ള ശ്രമത്തിനെതിരെയും മുറുമുറുപ്പ് ഉയർന്നു കഴിഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കെ സുധാകരൻ. കോർപ്പറേഷൻ വിജയം തന്റെ കഴിവാണെന്നാണ് അണികളിലൂടെ കെ സുധാകരൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ഒരു അസംബ്ലി സീറ്റ് പോലും നേടാൻ കോഴിക്കോടിന് സാധിച്ചില്ലെന്ന് പ്രഖ്യാപിച്ച് സ്വന്തം ജില്ലയിലെ പരാജയ ജാള്യത മറച്ചുവെക്കാനുള്ള ശ്രമം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് അസംബ്ലി സീറ്റുകൾക്കായി പ്രമേയമടക്കം കൊണ്ടുവരുന്ന അവസ്ഥയിലെത്തി. KSU നേതാക്കളും സീറ്റിനു വേണ്ടിയുള്ള വാദം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടെയാണ് പേരാമ്പ്ര സീറ്റ് കോൺഗ്രസ് മത്സരിച്ച് തിരിച്ചുപിടിക്കുമെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രഖ്യാപനം വന്നത്. ഇതോടെ മുസ്ലിം ലീഗും PC ജോർജും പേരാമ്പ്ര സീറ്റിനായുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. PC ജോർജിനെ UDF-ലേക്ക് കൊണ്ടുവരാൻ ചെന്നിത്തല പ്രയോഗിച്ച ആയുധങ്ങളിലൊന്ന് പേരാമ്പ്ര സീറ്റാണെന്നതാണ് മറ്റൊരു കഥ. ഇതിനിടെ ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിച്ച് കോർപ്പറേഷൻ പിടിക്കാമെന്ന് MK രാഘവൻ UDF നേതൃത്വത്തിന് നൽകിയ വാക്കും പാഴായി. UDF ജില്ലാ ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി എന്നിവർക്കെതിരെ ഉയരുന്ന വോട്ട് മറിക്കൽ വിവാദവും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. കെ സുധാകരനെയും കെ മുരളീധരനെയും അന്വയിപ്പിച്ച് നിർത്തുന്നതോടൊപ്പം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ കൈവിടാതിരിക്കുക എന്നുള്ള ദൗത്യം കൂടി മലബാറിൽ താരിഖ് അൻവർ അടക്കമുള്ള ഹൈക്കമാൻഡിനെ കാത്തുനിൽക്കുന്നുണ്ട്. ഈ ദൗത്യം കൂടി പരാജയമാവുമ്പോൾ കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പും അൻപേ പരാജയമാവും. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്. എന്തായാലും കോൺഗ്രസിൽ ഈ തർക്കം തുടരുമ്പോൾ KSUവിൻ്റെ ഭാഗത്തു ഇന്നുണ്ടായ ഒരു പ്രസ്താവന കൂടി അത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് നേതാക്കൾ വിണ്ണിൽ നിന്ന് മണ്ണിൽ ഇറങ്ങണം എന്നാണ് KSU ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേതാക്കൾക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നാണ് KSUവിൻ്റെ വിമർശനം. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് KSU പറഞ്ഞിട്ടുള്ളത്. KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തിൻ്റെ പ്രസ്താവനയാണ് ശ്രദ്ധേയമായി മാറിയത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം വേണമെന്ന് K മുരളീധരൻ കൂടി പറഞ്ഞിരിക്കുന്നു. മാണി കോൺഗ്രസ് സീറ്റ് വീതം വയ്ക്കുമ്പോൾ ലീഗിനുൾപ്പെടെ നൽകണം. അധികമായി വരുന്ന സീറ്റുകൾ ലീഗിന് നൽകുന്നതിൽ തെറ്റില്ല എന്നും സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകണമെന്നതാണ് തൻ്റെ അഭിപ്രായമെന്നും K മുരളീധരനും ഇന്ന് പറഞ്ഞു. മുരളീധരൻ്റെ വാക്കുകൾ കേൾക്കാം. യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകണം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വികാരം. അതനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. 4 തവണ മത്സരിച്ച് ജയിച്ചവർ മത്സരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം ജനങ്ങൾ തുടർച്ചയായിട്ട് ജയിപ്പിക്കുന്നത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. സിറ്റിംഗ് MLA-മാർക്കൊക്കെ സീറ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രാദേശിക ധാരണകളില്ല, അത് പരസ്യമായിട്ടുള്ള സഖ്യമുള്ളൂ. എന്തായാലും കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചുകൊണ്ട് വന്ന KSU നേതാവിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാനുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്താണ് നേതാക്കൾ മണ്ണിലേക്ക് ഇറങ്ങണം, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങണമെന്ന പ്രസ്താവന കൂടി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യൂത്തിൻ്റെയും KSUവിൻ്റെ ഉൾപ്പെടെ താഴെ തട്ടിൽ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ കോൺഗ്രസ് പാർട്ടിക്കുള്ളൂ. പലപ്പോഴും ജനങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടുപോകുമ്പോഴാണ്. അത് ഏതെങ്കിലും മേൽത്തട്ടിലുള്ള ആളുകൾ മാത്രമല്ല, താഴേക്കിടയിലുള്ള കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ മുകളിൽ നിന്നൊന്നും താഴേക്ക് ഇറങ്ങണം. അതിൽ ഞാൻ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ചെറുപ്പക്കാർ വരണ്ട എന്നുള്ള സമീപനങ്ങൾ ഇവിടെയല്ല, കോഴിക്കോട് ജില്ലയിലല്ല, മറ്റ് പലയിടങ്ങളിലും ചിലയിടങ്ങളിലെങ്കിലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായ നേതൃത്വത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് പറയുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമേയത്തിൽ വന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ചില ആളുകളോടുള്ള വിധേയത്വത്തിൻ്റെ പേരിൽ ഇവർക്ക് വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുമ്പോൾ അത് പരാജയപ്പെടുന്ന ഒരു സീറ്റായി മുദ്ര കുത്തപ്പെടുകയാണ് ചിലയിടങ്ങളിൽ. MP സ്ഥാനം രാജിവെക്കുന്നത് നിയമോപദേശം തേടിയ ശേഷമെന്ന് ജോസ് കെ മാണി MP. രാജി ഉടൻ ഉണ്ടാകുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. അതേസമയം പാലാ സീറ്റിൽ ചർച്ച നടന്നിട്ടില്ല. ഒരു സീറ്റ് സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ല എന്നും കേരള കോൺഗ്രസിൻ്റെ അടിത്തറയിൽ മുന്നണിക്ക് വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം ഇന്ന് ദില്ലിയിൽ പ്രതികരിച്ചു. ജോസ് കെ മാണിയുടെ വാക്കുകളിലേക്ക്. അത് ഉടനടി ഉണ്ടാകും. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നവും അംഗീകാരവും നിയമ നടപടികൾ നടന്നു വരികയാണ്. അപ്പോൾ ഡൽഹിയിലുള്ള മുതിർന്ന അഭിഭാഷകരുടെ കൂടി ഒപ്പീനിയൻ എടുത്തിട്ട് ഉടനടി ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി മാസങ്ങളുണ്ട്. അതിനകത്ത് മുന്നണിക്കകത്ത് നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല.
സിനിമാ മേഖലയിൽ നിന്നുള്ള വാർത്തയിലേക്ക്. സിനിമാ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് ലഭിക്കാതെ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കില്ല എന്നാണ് ഫിലിം ചേംബർ അറിയിച്ചിട്ടുള്ളത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം അനുഭാവപൂർവ്വം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ ഇന്ന് അറിയിച്ചു. കൊച്ചിയിൽ ചേർന്ന സംഘടനാ യോഗമാണ് ഇന്നത്തെ തീരുമാനങ്ങൾ എടുത്തത്. ഫിലിം ചേംബർ എന്തായാലും തിയേറ്ററുകൾ തുറക്കില്ല എന്ന നിലപാടിലേക്ക് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രത്യേകം പറയേണ്ടത്. സിനിമ ആസ്വാദകരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച മുതൽ തിയേറ്റർ തുറക്കാമെന്ന സർക്കാർ നിർദ്ദേശം വലിയ ആഹ്ലാദം നൽകിയിരുന്നു. അതേസമയം ഏത് സിനിമകളാണ് ലഭ്യമാകുന്നത്, എങ്ങനെയാണ് ഈ 50% കാണികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിയേറ്റർ മുന്നോട്ട് പോവുക എന്നുള്ള ആശങ്കകൾ കൂടി ഉയരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഫിലിം ചേംബർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. സമഗ്രമായ സിനിമ പാക്കേജ് ഉണ്ടാകണമെന്നാണ് ഫിലിം ചേംബർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് ഈ സിനിമാ സംഘടനകൾ വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ തീരുമാനം അടിയന്തരമായി ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം കൂടി ഫിലിം ചേംബറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നികുതി നിരക്ക് കൂട്ടിയ നടപടി ഉൾപ്പെടെ കുറയ്ക്കണം. പകുതി കാഴ്ചക്കാരുമായി 50%, ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ടാണ് 50% കാണികളുമായി തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കാമെന്ന നിർദ്ദേശം. അത്തരം മാനദണ്ഡങ്ങൾ ഒരുപക്ഷെ അത് വലിയ നഷ്ടത്തിലേക്കാകും ചെന്നെത്തിക്കുക എന്നാണ് ആശങ്കകൾ ഉയരുന്നത്. നികുതി കുറയ്ക്കാൻ തയ്യാറാകണം. മാത്രമല്ല ഈ അടഞ്ഞുകിടന്ന കാലത്തെ വൈദ്യുതി ബില്ലിൽ ഇളവ് വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് ഈ തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങളിൽ അനുഭാവപൂർവ്വം ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ചർച്ചകൾ എന്തായാലും മുന്നോട്ട് പോവുകയാണ്. നിർമ്മാതാക്കളുമായും തർക്കമുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓൺലൈൻ റിലീസിംഗ് ഉണ്ട്, തിയേറ്ററിലേക്ക് പടം എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 50% കാണികളുമായി ഈ സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിർമ്മാതാക്കളും അത്ര തൽപരരല്ല എന്ന രീതിയിലുള്ള സൂചനകൾ കൂടി ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. വരും ദിവസങ്ങളിലും ചർച്ചകൾ തന്നെ തുടരും. അന്യഭാഷാ ചിത്രമായി വിജയുടെ ചിത്രം ആദ്യം തിയേറ്ററിൽ എത്തിക്കും എന്നുള്ള വാർത്തകൾ തന്നെയായിരുന്നു. എന്തായാലും ഈ റിലീസുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകളും അഭ്യൂഹങ്ങളും ഒക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. എന്തായാലും ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ സിനിമകൾ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. എന്തായാലും ഫിലിം ചേംബർ പ്രതിനിധികളുടെ വാക്കുകൾ കൂടി കേൾക്കാം. ബാങ്കിൻ്റെ ബാലൻസ് പലിശയും ബിൽഡിംഗ് ടാക്സും ഒക്കെ കൊടുത്ത് തിയേറ്റർ 10 മാസമായിട്ട് പൂട്ടിക്കിടന്ന ഒരു വ്യവസായത്തെ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ഇനി പുനരുജ്ജീവിപ്പിച്ചെടുക്കാനായിട്ട് ഒരു സാമ്പത്തിക പാക്കേജോ സാമ്പത്തിക സഹായമോ ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ 50% ഓഡിയൻസ്, 50% ഓഡിയൻസിനെ വെച്ച് 9 മുതൽ 9 വരെ ഉള്ള ഷോ ടൈമിൽ 2 or 3 പ്രദർശനങ്ങൾ നടത്തി മാത്രം മുന്നോട്ട് പോകാൻ തിയേറ്ററുകൾക്കും സാധിക്കത്തില്ല, പടം തരാനായിട്ട് പ്രൊഡ്യൂസേഴ്സിനും സാധിക്കത്തില്ല. നെയ്യാറ്റിൻകരയിൽ കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തകൾ കൂടിയാണ് ഇന്ന് ലഭ്യമാകുന്നത്. നെയ്യാറ്റിൻകരയിലെ ഭൂമി അത് വസന്തയുടേത് തന്നെയാണ് എന്നാണ് തഹസീൽദാരുടെ റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അതിയന്നൂർ വില്ലേജ് ഓഫീസിലാണ് വസന്തയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ഭൂമി എന്ന് തെളിയിക്കുന്ന രേഖകൾ ഉള്ളത്. എന്തായാലും രാജൻ്റെയും ഭാര്യയുടെയും മരണം അത് കേരള മനസ്സിൽ വലിയ നൊമ്പരമായി നിലനിന്നിരുന്നു. എന്തായാലും ആ കുടുംബത്തെ സർക്കാർ ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വന്ന റിപ്പോർട്ട് കാണാം. കോടതി വിധി പ്രകാരം വസ്തു ഒഴിപ്പിക്കലിനിടെ രാജനമ്പിളി ദമ്പതികൾ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ തർക്കവസ്തു പരാതിക്കാരിയായ വസന്തയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അതിയന്നൂർ വില്ലേജ് ഓഫീസിലെ രേഖകളാണ് തെളിയിക്കുന്നത്. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നെയ്യാറ്റിൻകര തഹസിൽദാർ കളക്ടർക്ക് കൈമാറി. 1.5 വർഷം മുമ്പാണ് ഒഴിഞ്ഞുകിടന്ന ഭൂമിയിൽ രാജൻ ഷെഡ് നിർമ്മിച്ച കുടുംബത്തോടൊപ്പം താമസം തുടങ്ങിയത്. എന്നാൽ അയൽവാസിയായ വസന്ത ഭൂമി തൻ്റേതാണെന്ന് കാട്ടി കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് രാജൻ നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ഇതിനുള്ള മറുപടിയിൽ ഇതേ ഭൂമി വെൺപകൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിലെ മറ്റ് 3 പേരുടേതാണെന്ന തെറ്റായ വിവരമാണ് ലഭിച്ചത്. പട്ടയം ലഭിച്ചയാൾ ഭൂമി ഉപേക്ഷിച്ചു പോയതിനാൽ ഈ ഭൂമിയിൽ താമസിക്കുവാനും തൻ്റെ പേരിൽ പട്ടയം ലഭിക്കുവാനും രാജൻ അപേക്ഷ നൽകുകയും തുടർന്ന് താമസിക്കുകയുമായിരുന്നു. വെൺപകൽ പോങ്ങിൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിൽ ഉടമസ്ഥർക്ക് പട്ടയം നൽകുന്നത് 1989-ലാണ്. 10 വർഷത്തിന് ശേഷം മാത്രം നിയമപരമായി കൈമാറ്റം ചെയ്യാവൂ എന്ന നിബന്ധനയോടെയാണ് പട്ടയം നൽകിയത്. ആദ്യത്തെ ഉടമകൾ വിറ്റ ഭൂമി വസന്ത വില കൊടുത്തു വാങ്ങിയെന്നാണ് വില്ലേജ് ഓഫീസിലെ രേഖകൾ തെളിയിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വടകര ലോകനാർക്കാവിന് സമീപത്തെ സപ്ലൈകോ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായി. ഭക്ഷ്യധാന്യ കിറ്റുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. 1 കോടിയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും
വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 5 മണിയോടെയാണ് ലോകനാർക്കാവിന് സമീപത്തെ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് പുക ഉയരുന്നത് പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് 4 യൂണിറ്റ് സ്ഥലത്തെത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് തീ അണച്ചത്. സപ്ലൈകോടെ കിറ്റ് അങ്ങനെ പാക്കിങ്ങിനൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്തൊരു ഗോഡൗണാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. തീ ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് പോവാറ്. ആ ലൈറ്റ് ത്രൂ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭക്ഷ്യധാന്യ കിറ്റുകൾ, ഓയിൽ, വെളിച്ചെണ്ണ തുടങ്ങിയവ ഉൾപ്പെടെ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 1 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി സപ്ലൈകോ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുക കാരണം ഗോഡൌണിനുള്ളിലേക്ക് കയറാൻ കഴിയാത്തതിനാൽ ഗോഡൌണിന്റെ സിങ്ക് മേൽക്കൂര മാറ്റിയാണ് അകത്തെ തീ അണയ്ക്കാനായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. വാർത്തകൾക്ക് കൂടി പോവുകയാണ്. ഓസ്ട്രേലിയക്കെതിരെ നാളെ സിഡ്നിയിൽ ആരംഭിക്കുന്ന 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ യുവതാരം ശുഭ്മാൻ ഗില്ലിനൊപ്പം രോഹിത് ശർമ്മ ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. അരങ്ങേറ്റ താരം നവനീത് സെയ്നിയെ 3ാം പേസ് ബൗളറായി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ബൗളറായി അറിയപ്പെടുന്ന താരമാണ് സെയ്നി. അജങ്ക്യ രഹാനെ നയിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഉപനായകനായ രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവോടെ ഓപ്പണർ മയങ്ക് അഗർവാളിന് ടീമിലെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ഹനുമ വിഹാരി മധ്യനിരയിലും ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറായും തുടരും. 4 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഓസ്ട്രേലിയയും 2ാമത്തെ മത്സരം ഇന്ത്യയും ജയിച്ചിരുന്നു. 7-ാം തീയതിയാണ് 3ാമത്തെ മാച്ച് ആരംഭിക്കുക. ഇന്നത്തെ 9 PM ഇവിടെ സമാപിക്കുകയാണ്. ശുഭരാത്രി.